ശബരിമല വിവാദം വന്ന സമയത്തും ദീപ സ്റ്റാൻഡ് എടുത്തത് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനോടോ മറ്റോ ആയിരുന്നില്ല നേരിട്ടുള്ള വിയോജിപ്പ്, മറിച്ച് ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് അവരൊരു പെട്ടെന്നൊരു മാറ്റം വരുത്താൻ നടപ്പിലാക്കുന്ന ശ്രമങ്ങളെയായിരുന്നു എതിർത്തത് അല്ലേ? ചെറിയൊരു തിരുത്തുണ്ട് അവിടെ തീർച്ചയായിട്ടും ശബരിമല വിഷയത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് സ്റ്റാൻഡ് തന്നെയായിരുന്നു. അന്നും ഇന്നും എന്നും സ്റ്റാൻഡ് അത് തന്നെയായിരിക്കും. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല, സ്ത്രീകൾക്ക് കയറാം. ശബരിമലയിൽ യുവതികൾ കയറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല. ആ സ്റ്റാൻഡിന് യാതൊരു വ്യത്യാസവും അന്നുമില്ല ഇന്നുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അന്നത്തെ ചർച്ചകളൊക്കെ വീണ്ടും ഞാൻ എടുക്കേണ്ടി വരും. പക്ഷെ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ക്ഷേത്രത്തിലും ഇരിക്കുന്ന അവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദൈവങ്ങൾക്ക് ആ ഐഡലിന് ഓരോ രൂപമുണ്ട്. വിശ്വാസപരമായ കാരണങ്ങൾക്കപ്പുറം മറ്റൊരു കാരണവുമില്ല. അതെ, എന്നുവെച്ചാൽ അവിടെ ഇരിക്കുന്ന ഐഡലിന്റെ ഇതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന് ചില രീതികളുണ്ട്. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയെ വർഷിപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ ഇല്ല ഞാൻ യുവതിയാണ് ഞാൻ അവിടെ പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് വർഷിപ്പ്. വി ആർ വർഷിപ്പിംഗ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെയാണ് നമ്മൾ ശബരിമലയിൽ വർഷിപ്പിംഗ്. എന്നാൽ ഇവിടെ തൈക്കാട് അയ്യപ്പൻ കോവിലിൽ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല. അപ്പോൾ അവിടെ യുവതികൾക്കും കയറാം. അപ്പം അവിടെ വളരെ സ്പെസിഫിക് ആയ സ്റ്റാൻഡ് തന്നെയുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് നമ്മൾ റെബൽ ചെയ്യാൻ വേണ്ടി റെബൽ ചെയ്യരുത്. നമ്മളൊരു ഡിവോട്ടി ആണോ, സത്യസന്ധമായിട്ട് നമുക്ക് വർഷിപ്പ് ചെയ്യണോ, അപ്പോൾ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ വർഷിപ്പ്. അപ്പൊ ദീപ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ മാറിയാണ്. ഞാൻ മനസ്സിലാക്കിയതോ ഞാൻ അവതരിപ്പിച്ചോ തെറ്റായിരുന്നു. അതായത് ദീപ അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ പ്രവേശിക്കണം എന്നുള്ള കാരണത്തിന് എതിർക്കുന്നതിന് ഒരു കാരണം അവിടുത്തെ ആചാരപരമായും വിശ്വാസപരമായുമുള്ള ആ ദേവതയുടെ പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ അവിടെ സ്ത്രീകൾ എല്ലാവരും കൂടി സമന്വയം ചേർന്ന് അഭിപ്രായം രൂപപ്പെടുത്തി ചേർക്കണം എന്നൊരു അഭിപ്രായത്തിലല്ല ദീപ. ഒരിക്കലുമല്ല, അതങ്ങനെ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് അന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് വലിയ വിഷമം തന്നെ. നമ്മൾ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയ ഗവൺമെന്റിന് നമ്മുടെ വിഷമങ്ങൾ നോക്കാതെ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് നമ്മൾ കൊണ്ട് ഭണ്ഡാരപ്പെട്ടിയിലിടുന്ന പൈസയും ഒക്കെ ആയിട്ട് അത് വെച്ച് തന്നെ കോടതിയിൽ നമ്മുടെ വിശ്വാസത്തിനെതിരെ വാദിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരുന്ന ഇതായിരുന്നു. അപ്പോൾ എത്രയൊക്കെ ചർച്ചകൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആ ശബരിമല ചർച്ചയാണ് ഞാൻ മനസ്സറിഞ്ഞിരുന്ന് സംസാരിച്ചത്. കാരണം ഇന്നും ഞാൻ പറയും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല. അത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്.